ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാനില ഐസ്ക്രീമാണ്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ പാലാണ് എടുത്തേക്കുന്നത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഒന്നും ചേർക്കാതെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് നമുക്കതിനെ അരിച്ചെടുക്കാം. കട്ടയൊട്ടും തന്നെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതായിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ലിറ്റർ പാല് ഞാനിവിടെ ഒരു സോസ് പാനിലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാലൊരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം. അതിൽ എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് തിളച്ചിട്ട് വരട്ടെ പാല്. അതിലെ വാട്ടർ കണ്ടന്റ് എല്ലാം വറ്റിയതിന് ശേഷം വേണം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൂട്ടാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിലാണെങ്കിൽ കൂടി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇളക്കി കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കൈ എടുക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് സിമ്മിലാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് തണുത്തതിന് ശേഷം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൽ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനൊരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ലോ സ്പീഡിൽ ഇട്ട് കൊടുത്തു, പിന്നീട് കൂട്ടി അങ്ങനെ ഹൈ സ്പീഡിൽ വരെ ഇട്ട് 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ബൗളിലും ബീറ്ററിൻ്റെ ബ്ലേഡിലും ഒന്നും വാട്ടർ കണ്ടന്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മുതൽ 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 8 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കണം. രാത്രിയിൽ വെച്ചിട്ട് രാവിലെ എടുത്താൽ മതി. ഓവർനൈറ്റ് വയ്ക്കുമായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് രാത്രിയിൽ വെച്ചിട്ട് രാവിലെ എടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇത് നന്നായി ഐസായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാൻ രാത്രിയിൽ വെച്ചിട്ട് രാവിലെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്ത് വയ്ക്കുക. എന്നിട്ട് സ്കൂപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. എന്നാൽ നമ്മൾ ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അത്രയും ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. എങ്കിലും കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് നമുക്കൊരു വാനില ഐസ്ക്രീം കഴിക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാവും.
അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. ഇതാ നോക്കിക്കേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.